ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് PSC കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്ത യൂട്യൂബ് ചാനൽസ്, അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽസ്, അതുപോലെ ഞാൻ പഠിച്ച ബുക്സ് ഇതേതൊക്കെയാണെന്നുള്ളത് ഇന്ന് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ PSC പഠനം ആരംഭിച്ചത് 2020 കാലഘട്ടത്തിലാണ്. 2020 to 2025 വരെ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്ത ചാനൽസ്, അപ്പോൾ അതിൽ കുറേ ചാനൽസ് ഇപ്പോൾ നിർത്തിപ്പോയിട്ടുണ്ട്. ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, ആക്റ്റീവല്ല. അപ്പോൾ അങ്ങനെയുള്ള ചാനൽസ് ഒഴിവാക്കിക്കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ അന്ന് ചെയ്തിട്ടിരുന്ന വീഡിയോസ് ആണെങ്കിലും ഇപ്പോഴും ബെനിഫിഷ്യൽ ആകുന്ന രീതിയിലുള്ള ചാനൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ PSC പഠനം ആരംഭിച്ചത് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടാണ്. ഇംഗ്ലീഷിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ചക്രപാണി ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് നമുക്കൊരു ബേസ് കിട്ടാതെ എത്രത്തോളം പഠിച്ച് പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെറ്റ് ആവാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ചക്രപാണി ക്ലാസ്സാണ്. അതിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഞാനൊരു 10-12 വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഗ്രാമറിൽ ഞാൻ ഏറെക്കുറെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നോക്കുക, എഴുതിയെടുക്കുക, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് അതിനകത്ത് അത്രയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഗ്രാമറിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത്. വൊക്കാബുലറി പിന്നെ നമ്മൾ PYQ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ വൊക്കാബുലറി കിട്ടത്തുള്ളൂ. കടൽ പോലെ കിടക്കുന്ന വൊക്കാബുലറിയാണ്. അപ്പോൾ അത് കിട്ടാനായിട്ട് കുറച്ച് ടഫാണ്. പക്ഷേ ഗ്രാമർ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസിനെയൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. വൊക്കാബുലറി നമ്മൾ എത്രത്തോളം പഠിച്ചു വെച്ചാലും പുതിയൊരു 5 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു. അപ്പോൾ ഗ്രാമർ സെറ്റ് ആവാനായിട്ട് ചക്രപാണി ക്ലാസ്സസ് എന്നെ ഹെൽപ്പ് ചെയ്തൊരു ചാനലാണ്. പിന്നെ വന്നിട്ട് മലയാളത്തിനായിട്ട് ഞാൻ ഒരേ ഒരു ചാനലേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് ഫ്രണ്ട്ലി PSC എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. ഫ്രണ്ട്ലി PSC മലയാളത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ചാനലാണ്. അതിനകത്ത് അല്ലാത്ത കുറച്ച് ഇംഗ്ലീഷ്, അതുപോലെ കുറച്ച് സയൻസ് ക്ലാസ്സുകളൊക്കെ കിടപ്പുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ അതിനകത്ത് അവരുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. അപ്പോൾ ആ ചാനൽ നടത്തുന്ന ആ ഒരു മിസ്സ്, പുള്ളിക്കാരത്തി മലയാളത്തിൽ PhD അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോസൊക്കെ കണ്ട സമയത്ത് അങ്ങനെ എന്തോ കണ്ടിരുന്നു. അപ്പോൾ മലയാളത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ഫ്രണ്ട്ലി PSC തന്നെയാണ്. അതിനകത്ത് ഒരു കുറേ കോഡുകൾ ഉപയോഗിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് ആ കോഡുകൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് അരോചകമായിട്ടൊക്കെ തോന്നും. കാരണം ഇത്രയും ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണോ ഒരു മിസ്സ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ തോന്നിയാലും നമുക്ക് എക്സാം ഹാളിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് എൻ്റെ ഒരു അനുഭവമാണത്. കാരണം നമ്മൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന ഭാഷ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു തരുന്ന കോഡുകളൊന്നും നമുക്ക് എക്സാം ഹാളിൽ കത്തത്തില്ല. എക്സാം ഹാളിൽ പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ കത്തണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കണമല്ലോ. അപ്പോൾ അത് അവരുടെ ആ ഒരു ചാനൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ മലയാളത്തിന് അവരുടെ തന്നെ ഒരു പുസ്തകമുണ്ട്, ഫ്രണ്ട്ലി PSC മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ഇതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇത് കുറച്ച് പഴയ, ഞാൻ പഠിച്ചിരുന്ന സമയത്തെ ആ ഒരു വേർഷനാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് PYQ ആണ്. ഗ്രാമറും ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആകുന്ന, മലയാളത്തിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ചാനലാണ് ഫ്രണ്ട്ലി PSC. അവരുടെ ബുക്കും, അപ്പോൾ അവരുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഇത് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ജിയോഗ്രഫി, ഹിസ്റ്ററി ഈ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ടും യൂട്യൂബ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ജിയോഗ്രഫി പഠിക്കാനായിട്ട് എന്നെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയ ചാനൽ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് PSC എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനകത്ത് ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് എല്ലാ കാലവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ചിലതൊക്കെ 1 മണിക്കൂർ 45 മിനിറ്റൊക്കെ നീളുന്ന ക്ലാസ്സുകളുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഓർത്തിരുന്നു, ഇത് ഇത്രയും സമയം മുടക്കി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളത് കിട്ടുമോ, അത് നഷ്ടമല്ലേ എന്നൊക്കെ. പക്ഷേ അതിന് പുറമെ ഞാൻ 15-20 മിനിറ്റുള്ള ക്ലാസ്സുകൾ വേറെ ചാനലിൽ കണ്ടിരുന്നു. അതിനകത്തു നിന്നൊക്കെ എനിക്ക് നോട്ട് കിട്ടിയെങ്കിലും ഇന്നും ഞാൻ ഓർത്തിരിക്കുന്ന പോയിൻറ്റ്സ് ഈ 1 മണിക്കൂർ 3/4 മണിക്കൂറുള്ള ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ പോയിൻറ്റ്സാണ്. ഇന്നും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അത്രയും ഓർമ്മയിൽ നിൽക്കും. ഈ ജിയോഗ്രഫിയൊക്കെ നമ്മളെ ഈ നദികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരച്ച് പഠിപ്പിക്കും. അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. കുറച്ച് സമയം കൺസ്യൂമിങ് ആണ്, എന്നാലും നമുക്ക് എല്ലാ കാലവും ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും അത്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്ത ആസ്ഥ അക്കാഡമി, അജിത് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. ആ സാറിൻ്റെ ആസ്ഥ അക്കാഡമി ആ ചാനലാണ് നോക്കിയിരുന്നത്. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും PSCയിലെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കുകളും പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളാണ്. കാരണം ഹിസ്റ്ററി നമുക്ക്
ഓരോ കാര്യങ്ങൾ എന്താ പറയണ്ടേ, നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെ അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ അഞ്ചുതെങ്ങ് കല, ആറ്റിങ്ങൽ കല, അവർക്ക് ഓർമ്മയിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാം. അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ ചരിത്രത്തിനൊക്കെ ഒരു കഥ ഉണ്ടായിരിക്കുമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ആ കഥ ഉൾപ്പെടെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ യൂറോപ്യന്മാരുടെ ആഗമനമൊക്കെ ഇന്നും ചോദിച്ചാൽ എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ശാസ്ത്ര അക്കാഡമിയിൽ ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ നൽകാറുണ്ട്. അപ്പോൾ അവരുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഹിസ്റ്ററി ക്ലാസ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഹിസ്റ്ററി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും അതിനകത്ത് അവർ എടുക്കുന്നുണ്ട്. എന്നാലും ഹിസ്റ്ററിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ക്ലാസ്സുകളിൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊന്ന് നോക്കുക ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. പിന്നെ മാത്സ് ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജെറിൻ സാറിൻ്റെ ട്രിക്റ്റർ. എല്ലാവരും അത് തന്നെയായിരിക്കും നോക്കുന്നത്. മാത്സ് വേറെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് പഠിച്ചാലും ലാസ്റ്റ് എല്ലാവരും ട്രിക്റ്റേണിൽ തന്നെ തിരിച്ച് വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനകത്ത് പ്ലേലിസ്റ്റായിട്ട് ഓരോ ടോപ്പിക്കും പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഞാൻ അതിൻ്റെ ഓരോ പ്ലേലിസ്റ്റും ഓരോ ബുക്കിലാക്കി. എനിക്ക് അത്രയ്ക്കും മാത്സിൻ്റെ നോട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് ഞാൻ പല സ്ഥലത്തും അലഞ്ഞ് തിരിഞ്ഞിട്ടും എനിക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ട്രിക്റ്റാൺ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ട്രിക്റ്റാണാണ് മാത്സ് ഞാനത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. പഠിച്ചത് മുഴുവൻ ട്രിക്റ്റാൺ തന്നെയാണ്. അപ്പോൾ മാത്സിന് അത് നോക്കുക, ട്രിക്റ്റാൺ നോക്കുക. പിന്നെ ലോജിക് മാത്ത് ആൻഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കൂട്ടുണ്ട്. അതും കുഴപ്പമില്ലാത്ത ക്ലാസ്സുകളാണ്. എന്നാലും ജെറിൻ സാറിനോട് കിടപിടിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നാണ് ഞാൻ പഠിച്ചതിൽ വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ലോജിക് മാത്ത് ആൻഡ് ക്രിയേഷൻസും നല്ല ക്ലാസ്സുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ മാത്സിന് ഇത് 2 ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കിയിട്ടുള്ള ഒരു ചാനലായിരുന്നു ഹർഷിതം എജ്യൂടെക്. ഇപ്പോൾ ചാനലിൻ്റെ പേര് അങ്ങനെയാണ്. മുൻപ് വേറെന്തോ ഒരു പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചാനലിൽ എനിക്ക് ആ മിസ്സിൻ്റേത് തോന്നിയിട്ടുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന, വളരെ ഒരു ഓർഡറിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. ഇപ്പം അതിനകത്ത് കൂടുതലും പെയ്ഡ് ക്ലാസ്സുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മുടെ ഈ VFA അങ്ങനെയുള്ള എക്സാമൊക്കെ നടക്കുന്ന സമയത്ത് 100 days ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ആ മിസ് ഒരു ഇതിടുമായിരുന്നു. അപ്പോൾ ആ 100 daysലും കറക്റ്റായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് കറക്റ്റ് ആ സിലബസ് ആ 100 ദിവസത്തിനുള്ളിൽ തീർത്ത് അങ്ങനെ ഒരു മിസ്സായിരുന്നു അത്. അപ്പോൾ ആ ചാനൽ എല്ലാ സബ്ജക്റ്റിനും അത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് കൂടുതലും പെയ്ഡ് ക്ലാസ്സുകളായതുകൊണ്ട് ഹർഷിതം എജ്യൂടെക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് അവർക്ക്. അതിനകത്താണ് ഇപ്പോൾ ക്ലാസ്സുകൾ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ആപ്പിനകത്ത് ഞാൻ ഒരു 2 വർഷം മുന്നേ 1.5 വർഷം മുന്നേ അവരുടെ ആപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ ക്ലാസ്സുകളും ഈ യൂട്യൂബിനെ കഴിഞ്ഞും ഒരു പടിയും കൂടെ മെച്ചമായിട്ടുള്ള ക്ലാസ്സുകളാണ് അതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ക്ലാസ്സുകളിലൊന്നും ജോയിൻ അല്ല. പക്ഷേ ആ സമയത്ത് ഒരു 1.5 വർഷം മുന്നേ ഇപ്പോഴും അവർ പെയ്ഡ് ക്ലാസ്സുകൾ തന്നെ നൽകുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. പക്ഷേ ആവശ്യത്തിലധികം കണ്ടൻസ് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം. എല്ലാം കൂടെ ഒരു കൂടെ കീഴിൽ കിട്ടണം എന്നുള്ളവർക്ക് ഏതെങ്കിലും ഒരു ആപ്പ് എടുത്ത് പഠിക്കാം. അതിന് നല്ലൊരു ആപ്പാണ് ഹർഷിത എജ്യൂടെക്. അല്ലാന്നുള്ളവർക്ക് ഓരോ സബ്ജക്റ്റിന് ഓരോ ആൾക്കാർ സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അത് നോക്കി യൂട്യൂബിൽ പഠിക്കുക. പിന്നെ ഇപ്പം നിലവിൽ ഫ്രീ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു ചാനലാണ് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബീന എന്ന് പറഞ്ഞിട്ടൊരു മിസ് നടത്തുന്ന ക്ലാസ്സുകൾ. അത് ഇപ്പോഴും യൂട്യൂബിൽ തന്നെയാണ്. പെയ്ഡ് ക്ലാസ്സുകളിലേക്കൊന്നും പോയിട്ടില്ല. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആത്മാർത്ഥതയോടെ കാര്യങ്ങളെ അറേഞ്ച് ചെയ്ത് തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിക്കുന്ന ഒരു മിസ്സാണ്. അതിനകത്ത് എല്ലാ ടോപ്പിക്കും കവറാകുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ബാക്കി വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം കവർ ചെയ്ത് തരുന്ന ഒരു ചാനലാണ്. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ ഏറ്റവും നല്ലൊരു ചാനലെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ആ ഒരു ചാനലാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഈ എക്സാംസ് വരുമല്ലോ. എക്സാം വരുമ്പം തലേദിവസം നടന്ന എക്സാമിൻ്റെ ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ടോപ്പിക്സ് പറയുക. അതുപോലെ തന്നെ ഓരോ എക്സാമിനോട് അടുക്കുമ്പോൾ ഹോട്ട് ടോപ്പിക്സ്, അതായത് നമുക്കറിയാം ഒരു PSCക്ക് ഒരു ട്രെൻഡുണ്ട്. ഒരു കൃത്യ ടൈം പീരീഡിലേക്ക് ഇന്ന ടോപ്പിക്കുകൾ, അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എക്സാം എഴുതുന്നവർ. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കുകളെ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിനെ ഒക്കെ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് PSC ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പം നിലവിലെ കണ്ടീഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചാനൽ എന്ന് ഞാൻ പറയുന്നത് അതായിരിക്കും. വേറെ ഉണ്ടായിരിക്കും, എന്നാലും എനിക്ക് പറയാനായിട്ടുള്ളത് ആ ഒരു ചാനലിൻ്റെ പേരാണ്. അതുപോലെ തന്നെ അലി സേസ് ബൈ അലീഷ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടായിരുന്നു. നിലവിൽ അവരും ക്ലാസ്സുകളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് എല്ലാ കാലവും ബെനിഫിഷ്യൽ ആകുന്ന ക്ലാസ്സുകളാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗങ്ങൾ,
NCERT ക്ലാസ്സുകൾ കുറച്ച് അതൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് എന്നും ഹെൽപ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ്. അപ്പം അതും എക്സാമിനോട് അടുപ്പിച്ച് എൻ്റെ എക്സാമിനോട് അടുപ്പിച്ച ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ NCERTയുടെ കുറച്ച് കണ്ടൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലീസൈസ് ബൈ അലീഷ ആ ചാനൽ ഒന്ന് നോക്കിയിരിക്കുക. അത് നല്ലൊരു ചാനലാണ്. ഞാൻ നമുക്ക് ടെലഗ്രാം ചാനൽസ് വരുന്നത്. ടെലഗ്രാം ചാനൽസ് ഞാൻ മെയിനായിട്ട് കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ടാണ് ടെലഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നമുക്ക് പത്രവാർത്തകൾ, CA ഫോളോവേഴ്സ്, CA പീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ചാനലുകളുണ്ട്. പിന്നെ ഈ എല്ലാ യൂട്യൂബുകാർക്കും ടെലഗ്രാം ചാനൽസും ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് 1-2 ടെലഗ്രാം ചാനൽസ് നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ PSCയുടെ പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് പഠിക്കുന്നവർ, PSC പഠിക്കുന്നവർ കുറച്ച് ചാനലിലൊക്കെ ജോയിൻ ആയിട്ടിരിക്കുക. അതുപോലെ കറണ്ട് അഫെയർസിന് ഏറ്റവും നല്ലത് ഈ CA പീഡിയയും പത്രവാർത്തകളും CA ഫോളോവേഴ്സും ഒക്കെയാണ്. ഇത് എഴുതിയെടുക്കാനായിട്ട് കുറച്ച് ടഫാണ്. ഡെയിലി ഒരുപാട് കണ്ടൻസ് വരുന്നുണ്ടല്ലോ കറണ്ട് അഫെയർസ്. അപ്പോൾ എഴുതിയെടുക്കാൻ കുറച്ച് പാടാണെങ്കിലും നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത് ഈ അവിടെ നിന്നും ഇവിടെ നിന്നും അല്ലറ ചില്ലറ വാലും തുമ്പുമായിട്ടുള്ള കറണ്ട് അഫെയർസ് പഠിക്കുന്നതിലും ഏറ്റവും നല്ലത് ഈ പത്രവാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ. അതായത് അവിടെ പേപ്പർ കട്ടിങ്സാണ് അവർ ഇട്ട് തരുന്നത്. അതിൻ്റെ അടിയിൽ അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതും എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ടും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. പിന്നെ ഞാൻ പഠിച്ചത് SCERT പുസ്തകങ്ങളാണ്. SCERT പുസ്തകങ്ങൾ ഡയറക്റ്റ് SCERT ബേസ് ചെയ്തിട്ടുള്ള ഇതൊന്നും റാങ്ക് ഫയൽസ് ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ കുട്ടികളുടെ ഇനി SCERT പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ഞാൻ പഠിച്ച സമയത്ത് പഴയ പുസ്തകമായിരുന്നു. ഇപ്പോൾ പുസ്തകം മാറിയിട്ടുണ്ട്. അപ്പം പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഈ SCERT പുസ്തകത്തിൽ ഈ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഓരോ എക്സ്പെരിമെൻറ്റ് സഹിതമാണല്ലോ തരുന്നത് കുട്ടികളുടെ പുസ്തകത്തിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന അത് ഡയറക്റ്റ് നോക്കുന്നതായിരിക്കും. പിന്നെ അത് സമയമില്ല എന്നുള്ളവർക്ക് നമുക്ക് റാങ്ക് ഫയൽസ് മേടിക്കാം. അപ്പോൾ റാങ്ക് ഫയൽ മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് എല്ലാ കണ്ടൻസും റാങ്ക് ഫയലിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമുക്ക് കംപ്ലീറ്റ് SCERT പുസ്തകം വായിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോയിട്ട് ഈ പുസ്തകം മേടിച്ച്, അതായത് റാങ്ക് ഫയൽ SCERT ബേസ്ഡ് റാങ്ക് ഫയൽ മേടിച്ച് അതിനകത്ത് ഇതെല്ലാം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ടാസ്ക്കാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സമഗ്രയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് SCERT ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പം SCERT ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതായത് ഒരു 8-ലെ 9-ലെയൊക്കെ പുസ്തകങ്ങൾ, കാരണം 8, 9, 10 ക്ലാസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൻസ് വരുന്നത് പഠിക്കാനായിട്ട്. അപ്പം ഏതെങ്കിലും ഒരു പുസ്തകം 8-ലോ 9-ലോ 10-ലോ ഏതെങ്കിലും ഒരു പുസ്തകം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനകത്തെ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ച് നോക്കുക. വായിച്ച് നല്ലതുപോലെ വായിച്ച് പഠിക്കുക. പഠിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് SCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ മേടിക്കുക. എന്നിട്ട് നമ്മൾ ഈ പഠിച്ച ചാപ്റ്റർ അതിനകത്ത് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടൻസും അതിനകത്തുണ്ടെന്ന് എല്ലാവരും അങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുന്നതെന്നറിയാം. എന്നാലും ഒരു സജഷൻ പറഞ്ഞാണ്. അങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എല്ലാ ക്വസ്റ്റിനും ഉണ്ടോ ആൻസർ ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അങ്ങനെ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ നോക്കിയിട്ട് അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ നല്ലൊരു റാങ്ക് ഫയൽ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് അങ്ങനെ. അപ്പോൾ അതൊന്ന് അങ്ങനെ SCERT അങ്ങനെ സെലക്ട് ചെയ്യുക. പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന പുസ്തകങ്ങൾ മലയാളത്തിൻ്റെ ഇത് ഞാൻ കാണിച്ചല്ലോ, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇതൊരു 2020 എഡിഷനാണ്. ടാലൻറ്റിൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ PYQ കിട്ടാനായിട്ട് വേറെ ഒരു പുസ്തകം നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ പഠിച്ചിരുന്ന ഇതായിരുന്നു കേട്ടോ. ഇത് 2020 എഡിഷനാണ്. അപ്പോൾ അതിനും ആ ഒരു സമയത്തെ PYQs മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേ വൊക്കാബുലറീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ വൊക്കാബുലറീസ് ഒക്കെ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു പഠിച്ചൊരു പുസ്തകം. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിലിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, തല തിരിഞ്ഞാണ് കാണുന്നത്. ടാലൻറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് വർക്ക് ബുക്ക് എന്ന് പറയും ഇതിൻ്റെ പേര്. ഇതൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് എക്സാമിനോട് അടുപ്പിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊരു ചാനൽ പറഞ്ഞില്ലേ, ആ ചാനലിൽ നമുക്ക് ആ സമയത്തെ ഹോട്ട് ടോപ്പിക്കുകൾ തരും, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് തരും. അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം എക്സാമിനോട് അടുപ്പിച്ച് നോക്കേണ്ട ഒരു ചാനലാണ് ശരിക്കും ഈ PSC ടിപ്സ് ആൻഡ് ട്രിക്സ്. എക്സാമിനോട് അടുപ്പിച്ചെന്നല്ല, ആ സമയത്ത് നോക്കിയാൽ കുറേയും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.